രാജസ്ഥാനിൽ കൊലപാതക പരമ്പര. ബിൽവാരയിൽ അയ്യപ്പ ക്ഷേത്രത്തിലെ ജീവനക്കാരനെയും മറ്റ് 2 യുവാക്കളെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി ദീപക് നായരെ രാജസ്ഥാൻ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പിടികൂടാനെത്തിയ പോലീസ് ദീപക് നായരുടെ വീട്ടിൽ നിന്നാണ് മറ്റ് 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇയാളെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രാജസ്ഥാനിലെ ഭീൽവാരയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരൻ ലാൽ സിംഗ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. വികൃതമാക്കിയ നിലയിലായിരുന്നു മൃതദേഹം. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലയാളി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ദീപക് നായരെന്ന് സ്ഥിരീകരിച്ചു. ഇയാളെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു. ഇതിനു പിന്നാലെ പ്രതിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വീട്ടിനുള്ളിൽ ക്ഷേത്ര ജീവനക്കാരന്റെ മൃതദേഹം കണ്ടെത്തിയ അതേ രീതിയിൽ 2 യുവാക്കളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. വീട്ടിനുള്ളിൽ കണ്ടെത്തിയത് സമീപവാസികളായ യുവാക്കളുടെ മൃതദേഹങ്ങളായിരുന്നു. 3 കൊലപാതകങ്ങളും ഒരേ രീതിയിലാണ് നടത്തിയതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 മണിക്കൂറിനുള്ളിലാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നും പോലീസ് സംശയിക്കുന്നു. മൃതദേഹങ്ങളുടെ സ്വകാര്യ ഭാഗം മുറിച്ചെടുത്ത് കഴുത്തിൽ തൂക്കിയ നിലയിലാണ്. കൊലപാതകത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമല്ല. കൊല്ലപ്പെട്ടവരുമായി പ്രതി ദീപകിന് മുൻപരിചയമുണ്ടായിരുന്നോ എന്നടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ കൊലപാതകങ്ങൾ പ്രതി നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. 2009 മുതൽ പ്രതിക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. കൊന്നത് എന്തിനെന്ന് വ്യക്തമല്ല. പരസ്പരം ബന്ധമില്ലാത്ത 3 പേരാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 3 മൃതദേഹം കണ്ടെത്തിയതും ഒരേ നിലയിലാണ്. സ്വകാര്യ ഭാഗം മുറിച്ചെടുത്ത് കഴുത്തിൽ തൂക്കിയ നിലയിൽ അത്രത്തോളം വികൃതമാക്കിയ നിലയിലായിരുന്നു 3 മൃതദേഹങ്ങളും. ഇയാളെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്.